ഹരേ കൃഷ്ണ. സപ്തദ്വീപുകളെ കുറിച്ചുള്ള വർണ്ണന നമ്മൾ തുടരുകയാണ്. 5ാമത്തെ ദ്വീപാണ് ക്രൗഞ്ച ദ്വീപ്. ഇവിടെ വലിയൊരു പർവ്വതമുണ്ടായിരുന്നു. തന്റെ പുത്രനായ ജ്യോതിസ്മാനാണ് പ്രിയവ്രതൻ ഈ ദ്വീപ് നൽകിയത്. ഇവിടുത്തെ സമുദ്രത്തിൽ തൈരാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ നോർത്ത് അമേരിക്കൻ പ്രദേശങ്ങളാണ് അന്നത്തെ ക്രൗഞ്ച ദ്വീപായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി 6ാമത്തെ ദ്വീപാണ് ശകദ്വീപ്. തന്റെ പുത്രനായ മേധതിഥിക്കാണ് പ്രിയവ്രതൻ ഈ ദ്വീപ് നൽകിയത്. ഇവിടുത്തെ സമുദ്രത്തിൽ പാലാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ ബ്രിട്ടീഷ് ഐലൻഡ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് അന്നത്തെ ശകദ്വീപായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി 7ാമത്തെ ദ്വീപാണ് പുഷ്കര ദ്വീപ്. ഇവിടുത്തെ സമുദ്രത്തിൽ തെളിഞ്ഞ ശുദ്ധിയുള്ള വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ പുത്രനായ ശവനനാണ് പ്രിയവ്രതൻ ഈ ദ്വീപ് നൽകിയത്. ഇന്നത്തെ അറ്റ്ലാന്റിക് ഓഷ്യൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് അന്നത്തെ പുഷ്കര ദ്വീപായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.